അപ്പം മായാനദി റിലീസ് ചെയ്ത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ആ സിനിമ ജനങ്ങളെ കാണിക്കാൻ ഒരു പരിധി വരെ ഒത്തിട്ടില്ല. അപ്പം ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമ ചിലപ്പോൾ ഇപ്പം ആ സിനിമ ഷൂട്ട് ചെയ്തിറക്കുമായിരുന്നെങ്കിൽ പടം ചിലപ്പോൾ ഹിറ്റായി പോയത്, ചിലപ്പോൾ അത് ഹിറ്റായി പോയേനെ. പക്ഷേ ഒരു പ്രൊഡ്യൂസർക്ക് ഈ റീ റിലീസിന് ചിലവാകുന്ന ഒരു തുക തിരിച്ചു കിട്ടാറുണ്ടോ? അല്ല, ഇപ്പോഴും റീ റിലീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു വലിയ സിനിമ എടുത്തിട്ട് മുഴുവൻ പോകാറുണ്ട് പ്രൊഡ്യൂസർക്ക്. പിന്നെ റീ റിലീസിന്റെ പൈസ കോടികൾ പോകുന്നിടത്ത് ഒരു റീ റിലീസ് ചെയ്യാൻ പോകുന്ന 50 ലക്ഷം രൂപ വേറെ വല്ലോ അത് മറ്റേ ജഗതി കിലുക്കത്തിൽ പറഞ്ഞ പോലെ കിട്ടിയ ഊട്ടി പോയാൽ ചട്ടി. ഞാൻ എന്നും പറയുന്ന ഒന്നാണ്, ഇപ്പം എനിക്ക് പറ്റാത്ത പൈസ മേടിക്കുന്ന താരത്തെ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കണം. ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എന്താ വലിയ സൂപ്പർ സ്റ്റാർസിനെ വെച്ച സിനിമ. ഞാൻ അത്രയും പൈസ മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അതുപോലൊരു നല്ല സബ്ജക്റ്റ് വന്നു, തീർച്ചയായിട്ടും മുടങ്ങിയിരിക്കും. നല്ല ക്യാരക്ടർ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഈ നായകൻ വേഷമൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന കാര്യങ്ങളാണ്. എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആക്ടിങ് കരിയറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബേസിൽ ദിലീഷ് പോത്തനെ ഇവരെയൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്, ഡയറക്ഷനിൽ തിളങ്ങിയാൽ പിന്നെ ആക്ടറുടെ ശമ്പളം വീണ്ടും കൂട്ടാൻ ഒക്കുമെന്ന് അറിയാൻ പുള്ളിക്ക്. പുതുമുഖങ്ങളെ എടുത്തപ്പം നമ്മുടെ എല്ലാ സിനിമകളും നോക്കിയാലും, പുറകോട്ടുള്ള സിനിമകളെല്ലാം നോക്കിയാൽ അതിനകത്തൊക്കെ ഒത്തിരി പുതുമുഖങ്ങളെ നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം രാജേഷ് അടക്കം, രാജേഷ് അതിന് മുമ്പ് ഒത്തിരി ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ എല്ലാ പടത്തിലും ചെയ്തിട്ടുണ്ട്. സന്തോഷന്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അതെ, സത്യം. ഞാൻ ടൊവിനോ എന്ന് വിചാരിച്ചിട്ടിരുന്നത് അല്ല. സിനിമയിൽ കച്ചവടങ്ങൾ നടക്കണമെങ്കിൽ നോൺ ഫേസ് വേണം. എന്ന് വെച്ചാൽ ഒരു വെറുതെ ഒരു നോൺ ഫേസിനെ ഇട്ടാലും കച്ചവടമൊന്നും നടക്കത്തില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഒരു ക്യാമിയോ റോള് ഒരു കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി വിചാരിച്ചു പുള്ളിയേക്കാളും വലിയ ആക്ടർ ഇല്ലല്ലോ, ഹീറോട്ടൊക്കെ ആ ക്യാമിയോ റോള്. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിൽ ഒരു കാസ്റ്റിങ്ങിലും ഇടപെടാൻ ഞാൻ. ചിലയിടത്തൊക്കെ ഒരാളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2 പേരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറ്റാത്ത ആൾക്കാരെ. കാരണം ഇവിടെ എനിക്കത് പറയാൻ പോലും ഒക്കത്തില്ല. ഞാനിവരെ ജീവിതത്തിൽ ആദ്യം കാണുവാണ്, അല്ലേ, ഒന്ന് ഇയാളെ മാറ്റി അയാളെ ഒന്ന് വെക്കാവോ എന്ന് ചോദിക്കാനൊക്കത്തില്ല. അത്ഭുതമായിട്ട് നമ്മുടെ സിനിമ നെറ്റ്ഫ്ലിക്സുകാർ ഇങ്ങോട്ട് വിളിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ അവർക്കെല്ലാം നെറ്റ്ഫ്ലിക്സ് എന്നല്ല, ഇവർക്കും ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ സിനിമയുടെ എല്ലാ പോസ്റ്ററും നല്ല വരുന്ന എല്ലാം അയച്ചു കൊടുക്കും. ഇവരെടുക്കാൻ വേണ്ടിയല്ല, ഇവരൊക്കെ ഒന്ന് കാണട്ടെ, നമ്മളിങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട്, നമ്മളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണാൻ വേണ്ടി. ഈ കഥ പറയാൻ വരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, മമ്മൂക്ക അഭിനയിച്ചാൽ കൊള്ളാം, ലാലേട്ടൻ അഭിനയിച്ചാൽ കൊള്ളാം, സുരേഷ് ഗോപി അഭിനയിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ചാക്കോച്ചൻ അഭിനയിച്ചാൽ കൊള്ളാം. ഇവർക്കാർക്കും ഇവരിലേക്കൊന്നും ഒരു ആക്സസ്. പ്രൊഡ്യൂസർമാരിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. രാജേഷ് മാധവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. കൊടുക്കണ്ടേ? ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് CJ റോയ് സാറിനെ പറ്റി സംസാരിച്ച സമയത്ത് സാറ് പണ്ട് കൂടെ വർക്ക് ചെയ്തൊരു മെമ്മറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹത്തെ പോലെ ജീവിതം വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിൽ കാണുന്ന കേട്ടോ. അതിപ്പം അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ട് ഒത്തിരി കൊല്ലങ്ങളായി. ഞാൻ പറഞ്ഞില്ല, നമുക്കിതൊന്നും ഒരിക്കലും ഒരു ബിസിനസ്സുകാരെ എന്തുകൊണ്ട് മരിച്ചെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പത്രക്കാർ പലതും എഴുതും, പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം മാനസിക എന്നാൽ ഏത് സമയത്തും തെറ്റാൻ നോക്കുന്ന ബിസിനസ്സാണ്. ഹായ്, സൈന സൗത്ത് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെണ്ണും പൊറാട്ടും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ഉള്ളത് ഡയറക്ടർ രാജേഷ് മാധവൻ, പ്രൊഡ്യൂസർ സന്തോഷ് ടിക്കുരുവിള, റൈറ്റർ രവിശങ്കർ ആൻഡ് റൈന. വെൽക്കം. രാജേഷ് ഏട്ടൻ ഈയിടയ്ക്ക് എപ്പോഴോ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് പറഞ്ഞിരുന്നു, ജീവിത ചെലവിനായി നടനും ജീവിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞൊരു വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, രാജേഷ് മാധവൻ എന്നുള്ള ഒരു ആക്ടർക്ക് കിട്ടിയിട്ടുള്ള ആക്സെപ്റ്റൻസും നിങ്ങളുടെ റോളുകളും. വില്ലനാവുന്നു, ഇപ്പുറത്ത് നായകനാവുന്നു, ഇപ്പോൾ ഈ അടുത്തുള്ള പ്രകമ്പനം വരെയുള്ള റോളുകൾ ഒരുപാട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ ജീവിത ചെലവും ജീവിക്കലും ഒന്നിച്ചു കൊണ്ടുപോയത് എങ്ങനെയാണ്? ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഇനി വേഷങ്ങളൊക്കെ പോകുന്നു. ആക്ച്വലി മറ്റേ ആക്ടിങ് കരിയർ ഞാൻ ഭയങ്കര ഡ്രീമി പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്യാരക്ടർ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റേ ഈ നായകൻ വേഷമൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് ഭയങ്കര പേടിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ വില്ലൻ വേഷം ആയിക്കഴിഞ്ഞാൽ വില്ലൻ വേഷം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതൊക്കെ ചെയ്തു. അത് എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആക്ടിങ് കരിയറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നെ ഇവിടെ നിർത്തുന്നത് ഞാൻ സംവിധായകനായി എന്നുള്ള ഒരു കാര്യമാണ്.
പിന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ അക്സെപ്റ്റൻസ് ആണ്. അത് രാജേഷ് ഈ സാധാരണ കാസർഗോഡുകാരൊക്കെ വളഞ്ഞ വഴി എടുക്കാത്ത ആൾക്കാരാണ് കണ്ണൂരുകാരൊക്കെ. രാജേഷ് ഇത് പറയാൻ കാരണം എന്നറിയോ, ബേസില് ദിലീഷ് പോത്തനെ ഇവരെയൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്. ഡയറക്ഷനിൽ തിളങ്ങിക്കാൻ പിന്നെ ആക്ടറുടെ ശമ്പളം വീണ്ടും കൂട്ടാൻ നോക്കുമെന്ന് അറിയാം പുള്ളിക്ക്. അയ്യോ ആ നാവ് പൊന്നാവുന്നത്. ജീവിത ചെലവിനുള്ള പരിപാടികളും കൂടട്ടെ. ജീവിക്കാൻ വേണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജീവിത ചെലവ് കിട്ടിയിട്ട് വേണമല്ലോ ജീവിക്കാൻ. ഇതിന് വലിയ പൈസ ഒന്നും കൊടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതിലൊരു റോളും ചെയ്തു. അതെ, അത് ഫ്രീ ആണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ വരുമ്പം ഇതിലൊരു എക്സ്പെരിമെന്റ് ഒബ്വിയസ്ലി ഉണ്ട്. പിന്നെ ഈ കാണുന്ന ആളുകളിൽ ഇപ്പോൾ റേനയാണ് സീനിയർ ആക്ടർ എന്ന് പറയാവുന്നത്, പിന്നെ രാജേഷ് ചേട്ടനുമാണ് കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് നോക്കുമ്പോൾ സീനിയർ ആക്ടേഴ്സ് എന്ന് പറയും. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഇങ്ങനൊരു സിനിമ എടുക്കുന്നതിൽ ഒബ്വിയസ്ലി ഒരു പ്രൊഡ്യൂസറുടെ യേസ് ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ സംഭവിക്കില്ലല്ലോ. പല പ്രൊഡ്യൂസേഴ്സിനും പേടിയും ഇങ്ങനൊരു സിനിമ എങ്ങനെ എടുക്കും. ഇപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കാതെ നടക്കുന്നുണ്ട്. അപ്പോൾ സാറിന് ഇതിലുള്ള ഒരു കോൺഫിഡൻസ് എന്താ, ഈ സിനിമ എന്ന് മാത്രമല്ല ഒരു പുതിയ ആളുകളെ വെച്ചൊരു സിനിമ എടുക്കുക? ഈ റെയ്ന സിനിമയിലേക്ക് എടുക്കുമ്പം റെയ്ന പുതുമുഖമായിരുന്നു അല്ലേ? നമ്മളെ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പുതുമുഖങ്ങളെ എടുത്തപ്പോൾ നമ്മുടെ എല്ലാ സിനിമകളും നോക്കിയാലും പുറകോട്ടുള്ള സിനിമകളെല്ലാം നോക്കിയാൽ അതിനകത്തൊക്കെ ഒത്തിരി പുതുമുഖങ്ങളെ നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്നാൽ താൻ കേസ് കൊടുവിനകത്ത് ഇപ്പം രാജേഷ് അടക്കം, രാജേഷ് അതിന് മുമ്പ് ഒത്തിരി ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ പടത്തിലും ചെയ്തിട്ടുണ്ട്. പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ സത്യം. ഞാൻ ടൊവിനോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ല രാജേഷ്. അന്നേരം ഈ പടങ്ങളിലെല്ലാം ചിലപ്പം ഇവരൊക്കെ തന്നെയാണ് ഈ പടങ്ങളിലേക്ക് പുതിയ ആക്ടേഴ്സ്. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിലായാലും അപർണയായാലും മറ്റേ നമ്മുടെ ലിജോ ആയാലും ഇവരെല്ലാം വന്നതെന്ന് പറയുന്നത് അവരെ വെച്ച് സിനിമ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പം എല്ലാം പുതുമുഖങ്ങളാണ്. ഞാൻ രാജേഷിനോട് പല പ്രാവശ്യം ചോദിച്ചു, നമുക്കൊരു ഒരു ഒരു നോൺ ഫേസ് ഇട്ടാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചു. കാരണം സിനിമയിൽ കച്ചവടങ്ങൾ നടക്കണമെങ്കിൽ നോൺ ഫേസ് വേണം. എന്ന് വെച്ചാൽ വെറുതെ ഒരു നോൺ ഫേസിനെ ഇട്ടാലും കച്ചവടമൊന്നും നടക്കത്തില്ല, ഒരു നോൺ ഫേസ് വേണം. പിന്നെ ഞാൻ അത് പുള്ളി സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഒരു ക്യാമിയോ റോള് കൊടുക്കാമെന്ന് ചോദിച്ചു. കാരണം പുള്ളി വിചാരിച്ചു പുള്ളിയേക്കാളും വലിയ ആക്ടർ ഇല്ലല്ലോ, ഹീറോട്ടൊക്കെ ആ ക്യാമിയോ റോള്. അത് സമ്മതിച്ചിട്ടില്ല. ഏതാ നേരം അങ്ങനെ ഈ സിനിമയിലേക്ക് ഒത്തിരി പുതിയ ഞാൻ ഇവരുടെ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് വരെ സെറ്റ് ചെന്ന് കഴിയുമ്പോഴാണ് കാണുന്നത്. കാരണം ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിൽ ഒരു കാസ്റ്റിങ്ങിലും ഇടപെടാൻ ഞാൻ കാര്യം. ചിലയിടത്തൊക്കെ ഒരാളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് 2 പേരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറ്റാത്ത ആൾക്കാരെ. കാരണം ഇവിടെ എനിക്കത് പറയാൻ പോലും ഒക്കത്തില്ല. ഞാനിവരെ ജീവിതത്തിൽ ആദ്യം കാണുവാണ് അല്ലേ, ഒന്ന് ഇയാളെ മാറ്റി അയാളെ ഒന്ന് വെക്കാവോ എന്ന് ചോദിക്കാനൊക്കത്തില്ല. അതാണ് കാര്യം. ഇതിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും ഓടിപ്പോകാൻ പറ്റുമ്പോഴാണ് ലോകം വിശാലമായിരിക്കുന്നതിൽ പറയുന്നുണ്ട്. ആ ഐഡിയ തന്നെയാണ് ഇതിൽ ആദ്യം വരുന്നത്. ആ ഐഡിയ ഞങ്ങൾക്ക് വളരെ മുമ്പുണ്ടായിരുന്നു. ഈ കഥയുടെ ബേസിക്കായിട്ട് 2 ഐഡിയകളിൽ നിന്നാണ് ഒരു കഥയായിട്ട് ഫോം ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനൊരു ഇങ്ങനെ ഈ ഡയലോഗിന്റെ ഫോമിലേക്ക് ആക്കുന്നത് നമ്മളുടെ ഈ പ്രോസസ്സിന്റെ ഇടയിലാണ് അങ്ങനെ ഒരു. പക്ഷേ ഈ തോട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. നിൽക്കാൻ പറ്റാത്തടത്തുനിന്നാണ് ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ് ലോകോത്തരം വിശാലായിരിക്കുന്നത്. എനിക്ക് IFFK പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടില്ല, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് നമ്മളെപ്പോഴും പറയും. പക്ഷെ അങ്ങനെയല്ല, എല്ലായിടത്തും എല്ലാം ഉണ്ടെന്നും നന്മകൾ മാത്രമല്ല നാട്ടിൻപുറത്തുള്ളതെന്നും എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതാണ് ഓർമ്മ വന്നിട്ടില്ല. അതും കൂടെ നിങ്ങളെപ്പോഴും ഉദ്ദേശിച്ചിട്ടില്ല അതിൻ്റെ അകത്ത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊരു വേൾഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അതിലപ്പുറ പിന്നെ ആൾക്കാരുണ്ട്, പിന്നെ എന്താ ലെവലുള്ള ആൾക്കാരുണ്ട്, ലോവൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ടൗൺ എന്ന് പറയുന്നത് പട്ടടയിൽ വേറെ ടൗണില്ല, ടൗണിന് ആ കവല മാത്രമേ ഉള്ളൂ. ആ കവലയിലും അങ്ങനെ അധികമൊന്നുമില്ല. ഒരു നായയുടെ പിന്നെ എന്താ ചിത്രകൂടം ആണ് അവിടെ ഉള്ളത്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് അത് നടക്കുന്നത്. അപ്പോൾ അതിനെ ആക്ച്വലി എന്താ
ഇല്ല ശരിക്കും നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധമാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നത് അങ്ങനെയായിരുന്നില്ല. അതായത് മനുഷ്യന്മാർ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ടാകാവുന്ന കയോസും കോംപ്ലിക്കേഷൻസും എല്ലാം നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ല. അതിലായിരുന്നു നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. കാരണം പിന്നെ ഒരു ഗ്രാമത്തിൽ നമ്മൾ ഒരിക്കലും നന്മകളാൽ സമൃദ്ധമായ ഗ്രാമത്തിൻ്റെ ഐഡിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ജോഗ്രഫിയും കഥയും സെറ്റാവുന്ന ഇത്തരം ഒരു സ്ഥലത്തിലായതുകൊണ്ടാണ്. ഒരിക്കലും ഒന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജോഗ്രഫി തിരഞ്ഞെടുത്തതേ അല്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എവിടെ മനുഷ്യന്മാരുണ്ടോ അവിടെ എല്ലാം ഉണ്ടാവാം. സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. IFFK ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ ഞാൻ ഇതുപോലെ ഓടിപ്പോയ ആളാണ്. അത് ആക്ച്വലി അത് ഞങ്ങള് അങ്ങനെ ഉദ്ദേശിക്കാത്തൊരു കാര്യം. അതാ എനിക്ക്, പക്ഷെ അത് ഞാൻ പിന്നെ കേട്ടോ കേട്ടത്. എനിക്ക് കണ്ടുടനെ അങ്ങനെ ഒരു തോട്ട് വന്നു. പിന്നെ അയാൾ പറഞ്ഞത് ഞാൻ റീസെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. റയന ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കമ്പാരിറ്റീവ്ലി സീനിയർ ആണ്. അപ്പോൾ ഇത്രയും നാട്ടിലുള്ള പാലക്കാടുകാരിയാണ്. പാലക്കാടുള്ള ഇത്രയധികം പുതിയ ആളുകളുടെ കൂടെ ഉള്ള ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ ആദ്യമായിട്ടാണ് അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒന്നും തന്നെ അറിയില്ല. ഞാനും ആ സമയത്തൊരു എൻ്റെ 3ാമത്തെ പടം കമ്പാരിറ്റീവ്ലി ആണ് ഞാൻ പുതിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമേ ഉള്ളത്. അവരത്രയും ഇന്നസെൻറ്റും ആണ്. അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും പെർഫോമൻസസ് ഒക്കെ ശരിക്കും രാജേഷ് ചേട്ടൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക തന്നെയായിരുന്നു. അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു റോനെസ് ശരിക്കും നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഒരു ആക്ടർ എന്നുള്ള രീതിയിലും നമുക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ആളുകളുടെ കൂടെ അതെ, അവർ തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് സാധനങ്ങളാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കും ഇത് കൊള്ളാലോ എന്ന് തോന്നി. അധികം എനിക്ക് അങ്ങനെ കോമ്പറ്റീഷൻ സീൻസ് ഇല്ല, കണ്ടതാണല്ലോ പടം. അപ്പോൾ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴൊക്കെയാണ് ഉള്ളത്. പക്ഷേ ആ സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്. പക്ഷെ ഞാൻ അവിടെ അത് നമ്മൾ ക്ലൈമാക്സ് നമ്മൾ ശരിക്കും ഈ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഷെഡ്യൂളിൻ്റെ അവസാനമൊക്കെയാണ്. അപ്പോൾ അവർ ആക്ച്വലി കഥാപാത്രങ്ങളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരായിട്ട് തന്നെയാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ ഇതിനും എല്ലാ ഷെഡ്യൂളിൻ്റെയും അവസാന ഭാഗങ്ങളിലുണ്ടാവും എനിക്കങ്ങനെ. അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ അങ്ങനെ അവസാനത്തെ ഈ ക്ലൈമാക്സിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളത്. അവർ ആ ക്യാരക്ടേഴ്സിന് മാത്രമേ എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ ഭയങ്കര എല്ലാവരും ചേച്ചിമാരും എല്ലാവരും ഭയങ്കര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അവർ ആക്ഷനൊക്കെ പറയാൻ തുടങ്ങി. അവർ മറ്റേ ഗിംബലൊക്കെ എടുത്താൽ ഇതിങ്ങനെയല്ല ഇത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സുമിത്ര ചേച്ചി പടം കണ്ടാണല്ലോ, അവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഗംഭീര പെർഫോമൻസുകളുണ്ട്. ഞെട്ടിപ്പോ ഞാൻ അന്ന് മറ്റേ കുട്ടി എനിക്ക് പേര് ഓർമ്മയില്ല. ആ ക്യാരക്ടറൊക്കെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അയ്യോ നമ്മളിപ്പോൾ ഒരു സ്റ്റാറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പറയാ അയ്യോ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്ന പോലെ അത്ര അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസുകൾ ഇതിലുണ്ട്. സുമ ആക്ച്വലി അല്ല വർഷ ആക്ച്വലി ഒരു തിയേറ്റർ പ്രാക്ടീഷണറും കൂടെയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ അന്ന് നേരിട്ട് കണ്ടിരുന്നു ആ കുട്ടിയെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം എല്ലാവർക്കും അത്യാവശ്യം സമയം കൊടുത്തിട്ട് അവർ അത് ആ ക്യാരക്ടറിനെ കണ്ടെത്തുന്നത് വരെയുള്ള സമയം കൊടുത്തിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം ട്രെയിൻഡ് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കാതിരുന്നത് ഷൂട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു 2 മണിക്കൂർ ബാക്കി ഉണ്ടാവും. അപ്പൊ റെയിനൊരു ക്ലൈമാക്സ് ഒക്കെ ആക്ച്വലി നമ്മൾ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാടിന് പലതരം ടെറൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഥ ആലോചിക്കുമ്പോഴേ ഇങ്ങനെയെങ്കിലും ടെറൈനുകളിൽ പ്ലേസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ പാലക്കാടിലേക്ക് വന്നൊരു ലൊക്കേഷൻ ഹണ്ടിൻ്റെ ഒക്കെ ശേഷമാണോ പ്ലേസ് ചെയ്യുന്നത്? പാലക്കാട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കഥ ഞങ്ങൾ സന്തോഷമായിട്ടോട് സംസാരിക്കുകയും അതിൻ്റെ ഒരു പുള്ളിയുടെ ഭാഗത്തൊരു ഓക്കെ കിട്ടിയതിന് ശേഷം ഒരു സാധാരണ സിനിമകൾ ചെയ്യാൻ കിട്ടാത്തൊരു ഭാഗ്യമാണത്. സ്ക്രീൻ പ്ലേ പൂർണ്ണമായിട്ടും ആ ലൊക്കേഷനിൽ പോയി ഇരുന്നുകൊണ്ടാണ് സ്ഥലങ്ങൾ കണ്ട് മേജർ ലൊക്കേഷനുകൾ അറിയായിരുന്നു. ആ ലൊക്കേഷനുകളെല്ലാം കണ്ട് തീർത്തതിന് ശേഷമാണ് സ്ക്രീൻ പ്ലേ റൈറ്റിലേക്ക് കടന്നത്. പിന്നെ മഹേഷിന്റെ പ്രതികാരം അതുപോലെ സ്ക്രീൻ പ്ലേ ഇടുക്കി പോയാണ്. അതിൻ്റെതൊരു ഗുണം എഴുത്തിൻ്റെ സമയത്ത് നമുക്ക് കണ്ടെഴുതുമ്പോൾ ഒരു സുഖം കൂടുതലാണ്, അപ്പോൾ പോരാതിന് പിന്നെ നമ്മളൊരിക്കലും ഈ ജോഗ്രഫി നോക്കുന്ന സമയത്ത് നമുക്ക് രാജേഷിന് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന കൊല്ലംകോടാണെങ്കിലും ഈ പറയുന്ന പോലുള്ള കൊല്ലംകോട് നിന്ന് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ആ കാഴ്ചയല്ലാതെ കൊല്ലംകോടിൽ ഒരുപാടുണ്ട്, വേറെയുണ്ട്. ഞാൻ പോലും ഇവിടെയൊക്കെ ആദ്യം ഞാൻ പാലക്കാടിൻ്റെ വീട് ഞാനിതൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ജോഗ്രഫി അവിടെ വേറൊരു സൈഡ് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് നമ്മളെപ്പോഴും പാലക്കാട് എന്ന് പറയുമ്പോൾ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലെ ഭയങ്കര ഭംഗിയുള്ള അങ്ങനെ ഇത് ഭംഗിയില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഇത് ഈ സിനിമയുടെ ക്യാരക്ടറിന് വേണ്ടതായിട്ടുള്ള ഒരു റെഡ് കളർ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു ഗ്രീൻ കളർ മാറിയ ഒരു റെഡ്നെസ് ഉണ്ട് അതിന്. ഡ്രൈ ലാൻഡ് അത് പാലക്കാട് ഭയങ്കര പച്ചപ്പ്. നമുക്ക് കേസ് കൂടുതലും അതുപോലെ ഒരു
ഒരു ഡ്രൈനെസ് കുറച്ചുകൂടെ അതുപോലെ ഈ സിനിമയുടെ ഒരു സ്വഭാവം കുറച്ചും കൂടി മറ്റേ എനർജറ്റിക് സ്വഭാവമായതുകൊണ്ട് നമുക്ക് മറ്റേ ഈ കൂൾ ആയിട്ടുണ്ടാവുന്ന കളേഴ്സിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് റെഡ്, യെല്ലോ എന്നൊക്കെയുള്ള കളേഴ്സിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയം, ആ കാലാവസ്ഥ നമുക്ക് കറക്റ്റായിട്ട് ആ കാലാവസ്ഥയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ പിന്നെ കുറേ അങ്ങനെ ഒരു കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഈ ലൊക്കേഷൻ എടുക്കുന്നതിൽ. അതിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് അവസാനമൊക്കെ ആകുമ്പോൾ ആൾക്കാർ നമ്മൾ സിനിമയിൽ വൈഡില്ല, വൈഡ് എന്താണ് വൈഡില്ലാത്തതെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. വൈഡില്ലാത്തതിൻ്റെ ഉത്തരവൊക്കെ ആ സിനിമയുടെ അവസാനമാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ആകാശം നമുക്ക് കാണിക്കരുത് എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണിക്കരുത് ഇതിനെ എന്ന് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ഡോഗ് വന്നു, പിന്നെ കുറേ ആൾ പശു വരുന്നു, ആട് വരുന്നു, ഇതിനൊരു കണക്കില്ല. നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരുപാട് മൃഗങ്ങളുള്ളതുകൊണ്ട് എൻ്റെ സിനിമ ഇറങ്ങാൻ അതിൻ്റെതായ സർട്ടിഫിക്കേഷൻസും അതിന് കുറച്ച് കഷ്ടപ്പെട്ടു. സാറിന് എങ്ങനെയാണ് ഒരു കൊല്ലം എടുത്ത് ആനിമൽ ബോർഡിന്റെ പെർമിഷൻ കിട്ടും. ആ ഒരു രാജേഷേട്ടൻ പറയാണല്ലോ ഒരാട് 2 പട്ടി എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് കൂടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാജേഷിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയായിരുന്നു, ഈ പൈസ ബാങ്കിൽ ഇടുവായിരുന്നെങ്കിൽ ഡബിൾ ആയേനെ. സത്യമായിരുന്നോണ്ട് ഞാനൊന്നും പറയാം. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മനുഷ്യരോട് പറഞ്ഞു മനസ്സിലാക്കാം. അതെ അതെ, അല്ല ഒത്തിരി ഒത്തിരി. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഇടയ്ക്ക് രാജേഷ് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി? ഞാൻ ഒരു 2 പ്രാവശ്യം. നമ്മുടെ ക്യാമറമാനെ ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, ആംബുലൻസ് കൊണ്ടുകൊണ്ട് വന്നു. വളരെ എഫോർട്ട് എടുത്ത് അതുപോലത്തെ സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുന്നത്, അതുപോലെ ചൂടുള്ള സമയത്ത്. വളരെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എഫോർട്ട് എടുക്കാഞ്ഞത് അല്ല, അങ്ങനെയല്ല, ഇതിനല്ല എന്നെ വിളിച്ചു വരുത്തിയത്. അല്ല, ഞാനും ഒരു തവണ ഞാനും ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കാത്ത ആരുമില്ല. ഈ സിനിമയുടെ ഒരു തമാശനകത്ത് പറയാം, ഈ സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച കാശിനൊക്കെ ഒത്തിരി മുകളിൽ പോയി. അത് കഴിഞ്ഞ് രാജേഷ് പറഞ്ഞു എന്നോട് ഒരു 2 ദിവസം കോയമ്പത്തൂർ ഷൂട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതില്ലല്ലോ, സിനിമ അങ്ങ് ഇറങ്ങിക്കോളാം. ഈ സുട്ടൂനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതുപോലെ ഡാൽമേഷ്യൻ ബ്രീഡ് വേണമെന്ന് വിചാരിക്കുന്നത്? ഞങ്ങൾ പിന്നെ ആദ്യം നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവനെ കണ്ടെത്തണം ആദ്യം, പിന്നെ ഈ പെണ്ണിനെ കണ്ടെത്തണം. ഇതൊക്കെയായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഇത്. അപ്പോൾ സുട്ടുവിനെ ഞങ്ങൾ പല ആൾക്കാരെ നോക്കി. ഞങ്ങളിങ്ങനെ ബ്രീഡൊന്നും നോക്കിയിട്ടല്ലായിരുന്നു നോക്കിയിരുന്ന്, പല പട്ടികളെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനെ എടുത്താലോ എന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് അപ്പോൾ പറയുന്ന എല്ലാവരും പറഞ്ഞു ഇവനെ എടുത്താലോ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് നല്ലതാണ്, ഞങ്ങൾ ആ തീമുമായിട്ട് പിന്നെ കണക്ട് ചെയ്തിട്ട് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ സുട്ടുവിനെ തീരുമാനിച്ചു. സുട്ടുവിൻ്റെ ഫോട്ടോ കണ്ടു, തീരുമാനിച്ചു. സുട്ടു ഒരു ദിവസം ഞങ്ങളെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്ന് അന്ന് എന്താ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ പിന്നെ ഏട്ടാ എന്നെ എടുത്തോളൂ എന്ന് പറയുന്ന പോലെയാണ് അവൻ ഞങ്ങളോട് പെരുമാറിയത്. അന്ന് മുതലേ ഞങ്ങളെ കൂടെ ഉണ്ടാവൻ. ഇപ്പോഴും മറ്റേ ഞങ്ങളുടെ കൂടെയുള്ള അവൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കണക്റ്റഡാണ് ആയിട്ട്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, ഭയങ്കര പാവമാണ്. അതൊക്കെ ശരിക്കും മറ്റേ പേടിയാ. അവളാണ് ഉമ്മ വെച്ചിട്ടൊക്കെ അഭിനയിക്കുന്നത്. അത് അവൻ അങ്ങനെ ആയിരുന്നോണ്ടാണ്. അല്ലല്ല, ഞാൻ പട്ടീനെ കണ്ട ഞാൻ അങ്ങ് ഓടിപ്പോണ ഒരാളാ. പക്ഷെ സുട്ട് ഭയങ്കര പാവമായതുകൊണ്ട് നമുക്ക് നല്ല സഹകരണം എഴുതാം, അതുകൊണ്ട് മാത്രം ചെയ്തത്. അല്ലെങ്കിൽ സാധാരണ പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ ആനയും കാറും വണ്ടികളും ഒക്കെ വീട്ടിൽ കൊണ്ടുപോകും. ഈ സിനിമ കഴിഞ്ഞാൽ സുട്ടുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, അത് കഴിയുമ്പോൾ രാജേഷിന് കൊടുത്തു വിടണമെന്ന് ചിന്തിക്കുകയാണ്. അല്ല, അത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നുണ്ട്. പിന്നെ മറ്റേ ലൂണ 3 അത് 3 വീട്ടിൽ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് എടുത്തോണ്ടിരുന്നു. എറണാകുളത്ത് പഠിക്കാൻ നല്ലതല്ല, അത് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്നു. അത് ഞങ്ങൾ എടുക്കാം, അത് റെഡിയാക്കി തന്നേക്കാം. ഇതിൽ വീട്ടിൻ്റെ അകത്തൊരു കലഹം നടക്കുന്ന സീനും നിങ്ങൾ ടീച്ചറിലും അത് പുറത്തു വിട്ടിട്ടുണ്ട്. അത് തിയേറ്റർ കണ്ട ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതായിരിക്കും. അതിനൊരു ബേസിക് ഐഡിയ, ആ സീൻ ഒരുപാട് പേര് വരുന്നതാണ്. അപ്പോൾ അതിനൊരു പുതിയ ആൾക്കാരും അതിനൊരു പ്രാക്ടിക്കലായിട്ടൊരു പ്രോപ്പർ ഫൈനൽ ഡയലോഗ് എഴുതാൻ സാധിക്കില്ല സ്ക്രീൻ പ്ലേ. നമുക്കൊരു ഡയലോഗ്സ് ഉണ്ടായിരുന്നു, സീനും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ഈ അവർ പല കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, നമ്മൾ പറയുന്നു, അങ്ങനെ അവിടെ ഇരുന്ന ലൊക്കേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത്
അവർക്ക് പറയാനും അവർ വിശ്വസിക്കുന്നതുമായ ഡയലോഗിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അവരാണ് അതിൻ്റെ ആർട്ടിസ്റ്റുകളാണ് ആ സീനുകളിലെ ഒരു വിധം ഡയലോഗുകളിലേക്ക് നമ്മൾ നയിച്ചിട്ടുള്ളത്. അവരും കൂടി ആ ഏരിയയിലെ ഡയലോഗ് റൈറ്റേഴ്സാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. റയനയ്ക്ക് ഇപ്പം ഈ ഒരു സിനിമയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഒരു വിഷയം ഇതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇപ്പോഴും പണ്ട് ഒരുപാട് നടന്നിട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്നും ആരുടെ കൂടെ വേണമെന്നും സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ലാത്തൊരു അവസ്ഥ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ നമ്മളുടെ ലൈഫ് മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യാന്ന്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇതിലെ നായിക കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഏരിയ ഒക്കെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ആക്ട്രസ് എന്നുള്ള രീതി ആലോചിച്ചിരുന്നത്? അപ്പോഴേ രവിചേട്ടൻ പറഞ്ഞ പോലെ ഈ മനുഷ്യരുണ്ടാവുന്ന സ്ഥലത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഐ മീൻ സിനിമയ്ക്കകത്തുള്ളത് അതുപോലെ തന്നെയാണ്. എവിടെ മനുഷ്യരുണ്ടോ അവിടെ ഇങ്ങനത്തെ സ്ത്രീകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും, അങ്ങനെ നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഇതൊന്നും നേരിടാണ്ടല്ല നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുക എല്ലാ സ്ത്രീകളും. അപ്പോൾ വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ആ പരിസരങ്ങളിലില്ലെങ്കിലും ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവർ ആ ക്ലൈമാക്സിൽ വരുമ്പോഴാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുന്നതൊക്കെ. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ ഇത്രയും ഇൻറ്റൻസിറ്റിയിലാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതല്ലാതെ ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ എല്ലാ സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ആ രീതിക്ക് അത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ ഇത്രത്തോളം റിയാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടർ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ക്ലൈമാക്സിൽ ശരിക്കും ഇവരുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് തോന്നുന്ന രീതിക്കാണ് അതിൻ്റെ സിനിമ അവസാനിക്കുന്നത്. ഈ OTT പഴയ പോലെ തന്നെ ആ ഒരു പ്രതാപം തിരിച്ചു പിടിക്കുകയോ പ്രീസെയിൽ എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പെണ്ണും പൊറോട്ടും ഒക്കെ വരുന്ന സമയത്തും സാർ അതിനെപ്പറ്റി എന്താ ചിന്തിക്കുന്നത്? ഈ പ്രീസെയിൽ എന്നുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു സിനിമയും പ്രീസെയിൽ എടുത്തിട്ടില്ല. ആകെ എടുത്ത 2 പടവും കണ്ടേ ഉള്ളൂ. ഒന്ന് എക്കോയും, അത് പടം ഇറങ്ങിയതാണ് എടുത്താണ്. അതിന് മുമ്പ് ഓടും കുതിര, പക്ഷെ അതൊരു 3 കൊല്ലം മുമ്പ് അവർ വെച്ച എഗ്രിമെൻ്റാണ്. ഏഷ്യാനെറ്റും ഇപ്പം പ്രീ സെയിലൊന്നും എടുക്കുന്നില്ല. പിന്നെ വല്ല പ്രീ സെയിൽ എടുത്താൽ സോണിയോ CTV ഒക്കെ ഉള്ളൂ. അതിന് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ അവർ പ്രീ സെയിൽ എടുക്കത്തില്ല. കാരണം ഇതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളല്ലേ. ഇപ്പം ഞാൻ തന്നെ അറിഞ്ഞു, ഇപ്പോൾ സോണിയുടെ ടോപ്പിലുള്ള 4-5 പേരെ മാറ്റാൻ കാരണം അവർ ഒരു മലയാളം പടം എടുത്തത് വളരെ തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്ത് പ്രീ സെയിൽ മേടിച്ചത് കൊണ്ടാണ്. ഏറ്റവും ടോപ്പിലുള്ള 5 പേരോ 4 പേരെയോ അവർ സാക്ക് ചെയ്തു. ഇവിടെ ഒന്നും സാക്ക് ചെയ്യാൻ സമയം വേണ്ടല്ലോ. എന്നിട്ട് ആരും ആവശ്യമില്ലാത്ത ഒത്തിരി എൻ്റെ ജോലി എന്തിനാ കളയുന്നത്? സിനിമ ഇറങ്ങിക്കാൻ നല്ലതാണെങ്കിൽ എടുത്താൽ മതിയല്ലോ. നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ സാറ്റർഡേ നൈറ്റിൽ ഡിസൈഡ് ചെയ്യുക. നല്ല പടമാണെങ്കിൽ അവർ മൺഡേ സംസാരിക്കും, അങ്ങനെയാണ്. ഇല്ലെങ്കിൽ അത് ക്ലീനായിട്ട് ഉണ്ട്. പക്ഷേ അത്ഭുതമായിട്ട് നമ്മുടെ സിനിമ നെറ്റ്ഫ്ലിക്സുകാർ ഇങ്ങോട്ട് വിളിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ അവർക്കെല്ലാം നെറ്റ്ഫ്ലിക്സിനല്ല ഇവർക്കും ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ സിനിമയുടെ എല്ലാ പോസ്റ്ററും നല്ല വരുന്ന എല്ലാം അയച്ചു കൊടുക്കും. ഏഷ്യാനെറ്റും സോണിക്കും സിക്കും എനിക്ക് ബന്ധമുള്ള എല്ലാവരും, ഈവൻ എടുക്കാത്ത സൂര്യയ്ക്ക് വരെ അയച്ചു കൊടുക്കും. ഞാൻ സൂര്യയ്ക്ക് പണ്ട് 2 പടം കൊടുത്തിട്ടുള്ള. മനോരമ എടുക്കാറില്ല, മനോരമയ്ക്ക് അയച്ചു കൊടുക്കും. ഇവരെടുക്കാൻ വേണ്ടിയല്ല, ഇവരൊക്കെ ഒന്ന് കാണട്ടെ, നമ്മളിങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട്, നമ്മളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണാൻ വേണ്ടി. കഴിഞ്ഞ സൺഡേ ഞാൻ ആഫ്രിക്കയിൽ സാംബിയ എന്നുള്ള സ്ഥലത്തിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. ഇതിൻ്റെ ഹെഡ് ഈ നെറ്റ്ഫ്ലിക്സുകാർ വിളിക്കുമ്പോൾ ഇവർ ഒരു ഗ്രൂപ്പായിട്ടേ വിളിക്കത്തുള്ളൂ, ഒറ്റയ്ക്ക് ഒരിക്കലും വിളിക്കാറില്ല. എന്ന് വെച്ചാൽ അവർ എന്നെ വിളിച്ചു, പെണ്ണും പൊറോട്ടും വിറ്റോന്ന് ചോദിച്ചു. ഹാവ് യു സോൾഡ് യുവർ മൂവി? ഞാൻ പറഞ്ഞു ഐ ഹാവ് സബ്മിറ്റഡ് ഇറ്റ് ടു ഏഷ്യാനെറ്റ് കണ്ടിട്ട് അതിൻ്റെ ആൾക്കാർ 2 പേരും എന്നോട് ഗംഭീരമെന്നല്ല അതിഗംഭീര സിനിമ എന്നാണ് പറഞ്ഞത്. എന്നാൽ താൻ കേസ് കൂടുതലിനെ പറഞ്ഞതിനേക്കാളും ഭയങ്കരമായിട്ടാണ് അവർ ഈ സിനിമയെ പറ്റി പറഞ്ഞത്. പക്ഷെ അവർക്കാർക്കും പ്രീ സെയിൽ മേടിക്കാനുള്ള പവർ ഇല്ല. അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോലെ അവർക്ക് മുകളിൽ നിന്ന് ബോംബെ വരെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് പലയിടത്ത് ചെന്നൈ പോകണം, ബോംബെ പോകണം, അവിടുന്ന് പെർമിഷൻ വരാറില്ല. അന്നേരം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഇന്ന് വൈകിട്ട് അയച്ചു തരാൻ നോക്കും. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച നാളെ ആയാലോ, സാറ്റർഡേ സൺഡേ അവധിയാണ്. അന്നേരം അവർ പറഞ്ഞു അത് ഇന്ന് കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ഏഷ്യാനെറ്റിന് കൊടുത്തത് അയച്ചോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം വാട്ടർമാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അന്നേരം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചെന്നെ വിളിച്ചു, അത് വേണ്ട, നാളെ ഇതൊക്കെ ഇപ്പോൾ ലീഗൽ ഇഷ്യൂ ആകാം. കാരണം പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ലീക്ക് ചെയ്താൽ നമ്മൾ പറയുമല്ലോ ഇവർ വേണം. ഞാനന്നേരം തന്നെ എൻ്റെ കൂടെയുള്ള ജോബിഷിനെ വിളിച്ചു, എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ജോബിഷെ, നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാത്തതുണ്ടെങ്കിൽ അയച്ചു കൊടുത്താലോ, കാരണം നമുക്ക് റിസ്ക് എടുത്തേക്കാം, അല്ല ചോർന്നാലും നമ്മുടെ അല്ല പോകുന്നത്. അതായത് ജോബിഷ് നമ്മുടെ ബാലു എന്ന് പറയുന്ന നമ്മുടെ ഇത് ചെയ്യുന്ന ആളെ വിളിച്ചപ്പം
ഒരു എന്താ പറയുക, ഒരു ദൈവിക ശക്തി പോലെ അയാൾ നമ്മൾ പറയാതെ നെറ്റ്ഫ്ലിക്സിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് 2 എണ്ണമാണ്. ഒന്ന് മനോരമയും ഒന്ന് ഏഷ്യാനെറ്റും മനോരമയും CTV. അത് അയച്ചു കൊടുത്തു. അവർ സിനിമ കണ്ടു. അവരുടെ ടീമായിട്ട് അവർ സിനിമ കാണുന്നത്. അവർ പിറ്റേ ദിവസം എന്നെ വിളിച്ചു, വി ലൈക്ക് ദ മൂവി വെരി മച്ച് ആൻഡ് വി വിൽ ടോക്ക് ദ നമ്പേഴ്സ് ഓൺ മൺഡേ എന്ന് പറഞ്ഞു. ഇന്നലെ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പം ഈ OTT-കാരും സാറ്റലൈറ്റുകാരും എല്ലാവരും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ നെറ്റ്ഫ്ലിക്സുമായിട്ട് ഇന്നുവരെ ഡീൽ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരുമായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ വിളിച്ചില്ല, രാവിലെ വിളിക്കുമെന്ന് പറഞ്ഞു. വൈകിട്ടായപ്പോൾ എന്നെ വിളിച്ചു, മൈ ടീം വിൽ ടോക്ക് ടു യു ടുമോറോ ദർ ഇസ് എ ബിഗ് ഈവൻറ്റ് ഹാപ്പനിങ് ഇൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് യു ക്യാൻ ടോക്ക് ദ നമ്പേഴ്സ് ടു ദം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചു. ഞാൻ കുറച്ച് പറയണമെന്ന് വിചാരിച്ചു, കൂടുതൽ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആക്ച്വലായിട്ട് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു. അവരത് അപ്പം തന്നെ സെയിം ഞാൻ സംസാരിച്ചു. ആ ഫോൺ കോളിൽ തന്നെ അവർ അത് അക്സെപ്റ്റ് ചെയ്ത് ഇന്ന് അതിൻ്റെ എഗ്രിമെൻറ്റും ഇപ്പം ഒരു 5-10 മിനിറ്റ് ഇൻ്റർവ്യൂവിന് 10 മിനിറ്റ് മുമ്പ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതൊരു വലിയ അത്ഭുതമാണ്. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിലെ വലിയൊരു അത്ഭുതമാണ്. അതും ഒരു സ്റ്റാർ പോലും ഇല്ലാത്ത സിനിമ. അത് വളരെ ഇപ്പം കിട്ടിയ ന്യൂസായിട്ട് ഇപ്പം തന്നെ കണ്ടുകാഴ്ചത് അറിയാം. ഒരുപാട് സന്തോഷമുണ്ട് പടം കണ്ട ഒരാളെന്നുള്ള രീതിയിൽ. താങ്ക് യു. ഇതിലിപ്പോൾ സ്റ്റാർ ഇല്ലാത്തൊരു പടം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ കേസ് പറയാന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ളവരെ വെച്ച് സിനിമ ചെയ്യാൻ ഇപ്പോൾ പുതിയ സംവിധായകരെ, രാജേഷ് ചേട്ടനുള്ളൊരു എക്സ്പോഷർ പോലും ഇല്ലാത്ത, രവി ചേട്ടനുള്ള എക്സ്പോഷർ ഇല്ലാത്ത റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇവിടെ നല്ല കോൺസെപ്റ്റുകളായി നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വരുമ്പോൾ സ്റ്റാറിനെ കൊണ്ടുവരൂ, സ്റ്റാറിൻ്റെ അടുത്ത് ലേണ്ട അവസ്ഥ വരിക. അപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ ആ സ്ട്രക്ചറിൽ വരുന്നു. ഞാൻ ഒരു തിരുത്ത് പറഞ്ഞോട്ടെ. ഈ ഒരു ഡയറക്ടർമാരും സ്റ്റാറുമായിട്ട് വരാറില്ല. വളരെ വളരെ ചുരുക്കമാണ്. പ്രൊഡ്യൂസറുടെ തലയിൽ കിടക്കുന്നതാണ് സ്റ്റാറിനെ പിടിക്കാറുള്ളത്. ഈ കഥ പറയാൻ വരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, മമ്മൂക്ക അഭിനയിച്ചാൽ കൊള്ളാം, ലാലേട്ടൻ അഭിനയിച്ചാൽ കൊള്ളാം, സുരേഷ് ഗോപി അഭിനയിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ചാക്കോച്ചൻ അഭിനയിച്ചാൽ കൊള്ളാം. ഇവർക്കാർക്കും ഇവരിലേക്കൊന്നും ഒരു ആക്സസ്. പ്രൊഡ്യൂസർമാരിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. അത് തെറ്റിക്കണം. ഈ സ്റ്റാറുകളിലേക്ക് രാജേഷ് മാധവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന് എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. കൊടുക്കണ്ടേ? അന്നേരം ഇത് ഒത്തിരി കഴിവുള്ളവരൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു ദൈവശക്തിയും കൂടെ ഒക്കെ കൂടിയാണ്. ഇപ്പം കഴിവുള്ള എല്ലാവരും സയൻറ്റിസ്റ്റ് ആകത്തില്ല അല്ലേ? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ, ഒരു പ്രൈം മിനിസ്റ്ററേ ഉള്ളൂ. എത്ര പേര് അതിന് കഴിവുള്ളവരുണ്ട്? ഇന്ത്യക്ക് കേരളത്തിലൊരു ചീഫ് മിനിസ്റ്ററേ ഉള്ളൂ. എത്ര പേരെ കഴിവുള്ളവരുണ്ട്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരുടെ തലയിൽ വരച്ചിട്ടുണ്ട്. രാജേഷിന് വരച്ചിട്ടുണ്ട്. രാജേഷ് ഡയറക്ടർ ആകാനും ആക്ടർ ആകാനും. രവിയുടെ തലയിൽ വരച്ചത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം റൈറ്റർ വരെ ആയി. ഇനി മുമ്പോട്ട് ഡയറക്ടർ ആകാം. ഏതാ ഇപ്പം എത്ര ഒരുമാതിരി ഡയറക്ടേഴ്സ് എല്ലാം പ്രൊഡ്യൂസേഴ്സും ആയി. അങ്ങനെയും തലവരെയുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു വന്നാൽ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ജേർണിയിൽ എവിടെയെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രോഡക്റ്റിനെ, നമ്മുടെ കോൺസെപ്റ്റിനെ ഒക്കെ. അപ്പോഴും അതിൽ എത്രമാത്രം പുതിയ ആളുകൾക്ക് നിൽക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്റ്റാർ ഇല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റിൽ തന്നെ കടന്നു വരാൻ പറ്റും? നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും സിനിമയിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനെ റിയാലിറ്റി ആയിട്ട് തട്ടിച്ചു നോക്കുക, നമ്മൾ ലോജിക്കലായിട്ട് ഇടപെടുക. ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പം എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന സമയത്ത് അപ്പോൾ മുതൽ എനിക്ക് സിനിമ എടുക്കാൻ ശ്രമിക്കാം. ഞാനിത് ഒരു നല്ലൊരു സിനിമ എടുക്കാൻ എനിക്ക് പാകത്തിനാവുന്നവരെ, എന്നെ വിശ്വസിച്ച ആൾക്കാർ വരുന്നവരെ, ഇപ്പോൾ സന്തോഷ് ചേട്ടൻ എന്നോട് ചോദിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റ് പിന്നെ തന്നെ മുമ്പിലോട്ട് വെച്ച് പോകാൻ പറ്റുന്ന ഞാൻ അങ്ങോട്ട് ചെന്നാ കേട്ടോ. എനിക്ക് പിന്നെ തമാശക്ക് പറഞ്ഞാണ് സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ട്. ആ ലോജിക്കലായിട്ടുള്ള ഒരു ഇതിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയൊരാൾക്ക് വന്ന ഉടനെ ഇത്രയും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത്രയും വലിയ സ്ക്രീൻ, ഇത്രയും ആൾക്കാരെ വെച്ചുള്ള സ്ക്രീനൊന്നും എളുപ്പമല്ല. നമ്മൾ പണ്ട് പറയല്ലോ, ശശി സാർ മാത്രമേ ഉള്ളൂ ഒരു സ്ക്രീനിൽ എല്ലാവരും. അതേ ജയൻ കാണും, അന്ന് പ്രേം നസീർ കാണും, എല്ലാവരും വരും. ഒരു സ്ക്രീനെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ചെയ്യിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി.
ഭീഷ്മയിൽ അസോസിയേറ്റ് റൈറ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അഡീഷണൽ റൈറ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാണി പത്മിനിയുടെയും വർക്ക് ചെയ്തിട്ട് ഈ ആഷിഖ് അബു അമൽ നീരജ് സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ഒരു റൈറ്റിംഗ് എങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഇതിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. കാരണം അത് ഒരു കോ റൈറ്റിംഗ് പ്രോസസ്സായിരുന്നു. ഇത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ഐഡിയയിൽ നിന്നുള്ള ഗ്രൗണ്ട് ലെവൽ മുതൽ നമ്മുടെ മനസ്സിൽ കടന്നിട്ടുള്ള ഒരു പഴയ ഐഡിയയാണ്. അപ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ രണ്ട് പ്രോസസ്സിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഈ പ്രോസസ്സ്. പിന്നെ ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ കുറേ കാലം കിടക്കുന്നു. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേറൊരു ഡയറക്ടറോട് ഈ പറയുന്നൊരു ഐഡിയ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ പരിപൂർണ്ണമായിട്ട് ഈ ഐഡിയയിൽ രാജേഷ് ആദ്യം മുതൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആ ഊർജ്ജത്തിലാണ് കഥ മുന്നോട്ട് പോവുകയും ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് CJ റോയ് സാറിനെ പറ്റി സംസാരിച്ച സമയത്ത് സാറ് പണ്ട് കൂടെ വർക്ക് ചെയ്തൊരു മെമ്മറിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2007-6 ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ് ഒറേഷ്യ ഗ്ലോബൽ ഹൊയ്സാല പ്രോജക്ട്സ്. ഈ ഹൊയ്സാലയുടെ ഓണർ സതീഷും TS സതീഷും റോയും ഒരുമിച്ച് HP വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് അന്ന് തൊട്ട് ഇവരെ അറിയാവുന്നതാണ്. ഞാൻ ആ കമ്പനി ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്ത് ആ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വരെ എത്തിയ ആളാണ്. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോഴെല്ലാം കാണും. അന്നേരം ഈ നമ്മളും അവരുമൊക്കെ ഒരേ സമയത്ത് വളർന്നു വന്ന ആൾക്കാരാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹത്തെ പോലെ ജീവിതം വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിൽ കാണുന്ന കേട്ടോ. അതിപ്പം അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ട് ഒത്തിരി കൊല്ലങ്ങളായി. ഈ ഫെബ്രുവരി 14 ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എന്നെയും ഇൻവൈറ്റ് ചെയ്തതാണ്. അന്നേരം അന്നാണ് അവസാനം സംസാരിച്ചത്, ഒരു മാസം മുമ്പ്. അന്നേരം ഞാൻ പറഞ്ഞില്ല, നമുക്കിതൊന്നും ഒരിക്കലും ഒരു ബിസിനസ്സുകാരെ എന്തുകൊണ്ട് മരിച്ചെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പത്രക്കാർ പലതും എഴുതും, പക്ഷേ പ്രൊഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം മാനസിക എന്നാൽ ഏത് സമയത്തും തെറ്റാൻ നോക്കുന്ന ബിസിനസ്സാണ് എൻ്റെ അല്ല എല്ലാവരുടെയും ബിസിനസ്സുകാരുടെ. ആ ഒരു കാലഘട്ടം തൊട്ട് CJ റോയുടെ എല്ലാ വളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. റീ റിലീസുകൾ ഒരുപാട് വരുന്ന സമയമാണ്. റീ റിലീസുകൾ താരങ്ങളിലെ ആരാധകരും ഇത്ര റിലീസ് ഇന്ന ആൾക്ക് വന്നു, ഇത്ര റിലീസ് കുറവാണ്, ഇത് സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ചർച്ചയും കൂടെ വരുന്ന സമയമാണ്. റീ റിലീസിൻ്റെ ഒരു കാലം, എത്ര കാലം ഇതിങ്ങനെ റീ റിലീസ് ആഘോഷിക്കപ്പെടുന്നതാണ് ഒരു പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിൽ തോന്നണേ? മനുഷ്യന് മടുക്കാൻ വലിയ ഒന്നിനും ഒരു സമയമൊന്നും വേണ്ട. കാരണം ഇപ്പം ലാലേട്ടനെ റീ റിലീസ് ചെയ്യുന്ന പടങ്ങൾ എല്ലാം അന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെയാണ്. അപ്പം അതിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡുമായിട്ട് ഉള്ള സിനിമകളാണ്. ഇനി എത്ര എണ്ണം അങ്ങനെ ഉണ്ടെന്ന് അറിയാനൊക്കത്തില്ല. ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ഗാങ്സ്റ്റർ ഒന്ന് റീ റിലീസ് ചെയ്താലോ. മായനറി എന്തായാലും റീ റിലീസ് ചെയ്യുന്നുണ്ട്. ചെയ്താൽ ഇപ്പോൾ അത് ചിലപ്പോൾ ജനം അംഗീകരിക്കും. അന്ന് അംഗീകരിച്ചില്ലെങ്കിലും ഇന്ന് അംഗീകരിക്കും. പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് ഈ റീ റിലീസിന് ചിലവാകുന്നൊരു തുക തിരിച്ചു കിട്ടാറുണ്ടോ? അല്ല ഇപ്പോഴും റീ റിലീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു വലിയ സിനിമ എടുത്തിട്ട് മുഴുവൻ പോകാറുണ്ട് പ്രൊഡ്യൂസർക്ക്. പിന്നെ റീ റിലീസിന്റെ പൈസ കോടികൾ പോകുന്നിടത്ത് ഒരു റീ റിലീസ് ചെയ്യാൻ പോകുന്ന 50 ലക്ഷം രൂപ വേറെ വല്ലോ അത് ജഗതി കിലുക്കത്തിൽ പറഞ്ഞ പോലെ കിട്ടിയ ഊട്ടി പോയ ചട്ടി. താരങ്ങളുടെ ഒരു സാലറി ഈ റീ റിലീസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അതായത് റീ റിലീസ് അതിന് കാരണമാവുന്നുണ്ടോ സാലറി കൂടുന്നതിനോ? അത് എങ്ങനെയാ പറയുന്നത്? കാരണം റീ റിലീസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവരൊക്കെ ഒരു പ്രതീക്ഷയിൽ പണ്ടൊന്നും സിനിമയിൽ നിന്ന് ഇങ്ങനെ പൈസ വരത്തില്ലായിരുന്നു. ഇപ്പം കിട്ടുന്നവന് കുന്നുകണക്കിന് പൈസ കിട്ടുന്നു, പോകുന്നവന് പോവാണ്. ഇപ്പോൾ ഒരു മീഡിയം സിനിമ ഇല്ല, ആവറേജ് സിനിമ ഇല്ല, കഴിഞ്ഞ നാളുകളായിട്ട് കേൾക്കാനില്ല. വാർത്തയിലൊക്കെ വരും ഇങ്ങനെ ഭയങ്കര ഹിറ്റാണ്, പക്ഷേ യഥാർത്ഥം നോക്കിയാൽ പല പടങ്ങളും പരാജയപ്പെട്ടു പോവാണ്. അന്നേരം ഈ ആക്ടറുടെ അതുകൊണ്ടല്ല, എല്ലാവരും ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പം മായനദി റിലീസ് ചെയ്ത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ആ സിനിമ ജനങ്ങളെ കാണിക്കാൻ ഒരു പരിധി വരെ ഒത്തിട്ടില്ല. അത് നമ്മൾ കൊടുത്തത് സണ്ണിനാണ്. സൺ നെക്സ്റ്റിൽ ആ സിനിമ കാണുന്നൊരു വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ ബോംബെ പോയാലോ പലവിടെ ചെന്നാലും മായനദിയിലെ പാട്ട് ഇപ്പോഴും കേൾക്കാനൊക്കും. അന്നേരം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമ ചിലപ്പോൾ ഇപ്പം ആ സിനിമ ഷൂട്ട് ചെയ്തിറക്കുമായിരുന്നെങ്കിൽ പടം ചിലപ്പോൾ ഹിറ്റായിപ്പോയി, ചിലപ്പോൾ അത് ഹിറ്റായി പോയേനെ. കാര്യം അന്ന് മനുഷ്യന് ഈ പല കാര്യങ്ങളും അതിനകത്തോട്ട് ഉൾക്കൊള്ളാനൊത്തില്ല. പിന്നെ റീ റിലീസ് എന്ന് പറയുന്നത് അന്ന് ഈ പൈസ ഉണ്ടാക്കാനൊക്കാഞ്ഞ പല സിനിമകളുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനൊക്കാഞ്ഞ പടം ഇപ്പോഴത്തും പറ്റുന്ന പടങ്ങൾ ആണ് റീ റിലീസിന് വരുന്നത്. ഇപ്പോൾ തൂവാനത്തുമ്പി ഒന്നും കൂടെ തിയേറ്ററിൽ പോയി കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് റീ റിലീസ് ചെയ്യുമായിരിക്കും. ചോട്ടാ മുമ്പേ അതിന് പറ്റുന്ന സിനിമയാണ്. ഉദയനാണ് വരുന്നു. ഉദയനാണ് താരം വരുന്നു. പക്ഷെ ഇത് ഈ ടി വിയിലൊക്കെ റെഗുലർലി കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. അന്നേരം അതൊരു താരങ്ങളുടെ ശമ്പളമായിട്ട്
ഞാൻ എന്നും പറയുന്ന ഒന്നാണ്, ഇപ്പം എനിക്ക് പറ്റാത്ത പൈസ മേടിക്കുന്ന താരത്തെ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കണം. നാളെ ഇപ്പോൾ രാജേഷിനോട് 1 കോടി രൂപ പറഞ്ഞപ്പോൾ രാജേഷിനെ വേണ്ടെന്ന്, അല്ല ഞാൻ എക്സാമ്പിൾ ചോദിച്ചേക്കാം. എനിക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചേക്കണം, വേറെ ആളെ നോക്കണം. 1 കോടി രൂപ വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് നോക്കുന്നല്ലോ പറഞ്ഞു. എത്രക്ക് ഓക്കെയാണ്. വേറെ ഇത് അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എന്താ വലിയ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമക്കാരെ. ഞാൻ അത്രയും പൈസ മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അതുപോലൊരു നല്ല സബ്ജക്റ്റ് വന്നു തീർച്ചയായിട്ടും മുടങ്ങിയിരിക്കും. അതെ, നമുക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു നല്ല സബ്ജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും മുടങ്ങിയിരിക്കും. അപ്പോൾ പെണ്ണും പൊറാട്ടിനും എല്ലാവിധ ആശംസകളും. ഞാനും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ അതൊരു വലിയ ഇളക്കം ഉണ്ടാക്കട്ടെ എന്ന്. താങ്ക് യു.